ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലല്ല കേട്ടോ. എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ വീട് തന്നെയാണ്. അപ്പം ഞാൻ കുഞ്ഞിലെ തൊട്ട് ഇവിടെ നിന്നാണ് വളർന്നതും പഠിച്ചതും എല്ലാം. ഇതെൻ്റെ സ്വന്തം വീടാണ്. ഇത് പഴയ വീടാണ്, എന്ന് വെച്ചാൽ ഒരു 34 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. ഇരുന്നതാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തി, വല്യമ്മയെന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം വല്യമ്മയാണ് ഞങ്ങളെ നോക്കിയതും വളർത്തിയതും എല്ലാം. അപ്പോൾ ഈ വീട്ടിലാണ് ഞാൻ പണ്ട് തൊട്ടേ നിന്നിരുന്നത്. കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ആ വീട്ടിലായിരുന്നു. പിന്നെ വലുതായപ്പോഴാണ് ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കൊക്കെ പോകുന്നത്, ഇവിടെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പണ്ട് തൊട്ട് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വീടെന്ന് വേണം പറയാൻ. അപ്പം ആയിരുന്ന അമ്മയാണ് ഞങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം. അപ്പം എല്ലാമാണ്. അപ്പം ഇന്നിവിടെ ക്ലീൻ ചെയ്യണ വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ ക്ലീൻ ചെയ്യണ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം നോക്കി ഇവിടെ വന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് നിന്നപ്പോഴത്തേന് ഞാൻ ആലോചിച്ചൊരു വീഡിയോ എടുക്കണം, ഒന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ. സത്യം പറഞ്ഞാൽ വീഡിയോക്ക് വേണ്ടി മാത്രം ക്ലീൻ ചെയ്യണമല്ല, എന്ന് വെച്ചാൽ അങ്ങനെ വീഡിയോക്ക് വേണ്ടി ക്ലീൻ ചെയ്യണതാണിപ്പോൾ. കാരണം ക്ലീനിങ് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് നല്ല റീച്ച് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം എന്നെ ക്ലീനിങ് വീഡിയോ ഒക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നാലും പണ്ട് തൊട്ടേ എനിക്ക് ക്ലീനിങ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. പുല്ല് പറിക്കലും കിളക്കലും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പണ്ട് തൊട്ടേ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് തന്നെ ഞാനിതൊക്കെ ചെയ്ത് ശീലിച്ചതാണ്. അപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യണ വീഡിയോ ഒക്കെ ഇട്ടത്. അപ്പോൾ അതിനെനിക്ക് എന്താണെങ്കിലും നല്ല വ്യൂസ് കിട്ടി. എന്താണെങ്കിലും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനിയും സപ്പോർട്ട് ഉണ്ടാകണം. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. കാരണം ഞാൻ വിചാരിച്ചില്ല അത്രയും ഇത് കിട്ടുമെന്ന്. എനിക്ക് ഒരുപാട് സന്തോഷമായി എന്താണെങ്കിലും. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടി. നിങ്ങളൊക്കെ തന്ന സപ്പോർട്ട് വളരെ വലുതാണ് എനിക്ക്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, കുഞ്ഞു മാവായിരുന്നു. അത് കുഞ്ഞു മാവാണ്, ഞാൻ കുഞ്ഞായിരുന്നപ്പോഴുള്ള മാവാണ്. അത് അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ, വളരത്തില്ലായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് മാങ്ങ ഉണ്ടാവും. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ, കുറേയൊന്നും ഉണ്ടാകത്തില്ല. അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു മാവുണ്ട്, 2 മാവുണ്ട് അവിടെ. അപ്പം ഈ മരങ്ങളൊന്നും പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് കിളിച്ച് വന്നേക്കണ മരങ്ങളത്. അപ്പം കുഞ്ഞാപ്പി ആയതിന് ശേഷമാണ് ഞാൻ അധികം അങ്ങോട്ട് പോവാത്തത്. അതിന് മുന്നേ ഞാൻ അവിടെ തന്നെയായിരുന്നു നിന്നത്. കല്യാണത്തിന് മുന്നൊക്കെ ഇവിടെയായിരുന്നു നിന്ന് വെച്ചത്. അപ്പം ഇതാണ് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സ്വർഗം എന്നൊക്കെ പറയാം. അപ്പം ഇത് കുഞ്ഞിൽ തൊട്ടുള്ള വീടാണ് കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടുള്ള വീടാണിത്. 34 എന്നൊക്കെ ഞാൻ എൻ്റെ ഏകദേശം ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇനി അതിൽ കൂടുതൽ പഴക്കമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല വീടിന്. ഞാനിപ്പോൾ നിന്ന് വരേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുളമായിരുന്നു. ആ കുളം നികർത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആയത്. അവിടെ വെള്ളം കെട്ടി നിൽക്കും കേട്ടോ. മഴ വന്നു കഴിഞ്ഞാൽ വല്യമ്മയുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തോടുണ്ട്. തോട്ടിൽ നിന്നൊക്കെ വെള്ളം കയറും കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം ഒലിച്ച് ഇങ്ങോട്ട് വരും. ഇവിടെ പിന്നെ തങ്ങിക്കിടക്കും. ഇവിടെ ഒരു കുളമായതുകൊണ്ട്, കുളം നികത്തിയതായതുകൊണ്ട് അവിടെ വെള്ളം ഓൾറെഡി അവിടെ വരുമ്പോൾ തങ്ങിക്കിടക്കും. അങ്ങനത്തെ ഒരവസ്ഥയാണ് അവിടെ. അപ്പോൾ ഒരു മാവുണ്ടായിരുന്നു. ആ മാവ് കഴിഞ്ഞിടക്കത്തെ കാറ്റത്ത് ഒടിഞ്ഞ് വീണതായിരുന്നു. അത് അങ്ങനെ കിടന്ന് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങട്ടെ എന്നൊക്കെ ഓർത്ത് വിചാരിച്ചവരിരുന്നതാണെന്നാണ് പറഞ്ഞത്. അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും അടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്നിട്ടത് അടിച്ച് വരാമെന്ന് കഴിഞ്ഞ ദിവസം ഓർത്തതാണ് കേട്ടോ. അപ്പോൾ അന്ന് വീഡിയോ ഒന്നും എടുക്കാമെന്ന് വിചാരിച്ചില്ല, കഴിഞ്ഞ ദിവസം അടിക്കാമെന്നൊക്കെ ഓർത്തിരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് മടിയായത് കാരണം ഞാൻ പറഞ്ഞു പിന്നെ വേറൊരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തക്കൂട്ടൻ അവിടെ ഇരിക്കും അപ്പുറത്തും എൻ്റെ അമ്മ തന്നെയാണ്, ശാന്താമ്മ. അതും അച്ഛൻ്റെ അമ്മയുടെ രണ്ടാമത്തെ അനിയത്തിയാണ്. അപ്പം ഇവർ രണ്ടുപേരും ഞങ്ങൾ കുഞ്ഞിലെ തൊട്ട് ഇവിടുത്തെ വീട്ടിലാണ് നിന്നേച്ചത്. 2 പേരും നന്നായിട്ട് ഞങ്ങളെ നോക്കി വളർത്തി പഠിപ്പിച്ച് 2 പേരും നല്ല രീതിയിൽ ഇപ്പോഴും നോക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെയും നോക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് എന്ത് കിട്ടിയാലും എനിക്ക് തരും കേട്ടോ. കാരണം പെൻഷനാണെങ്കിൽ കൂടി ഞാനൊന്നും കൊടുക്കാറില്ല സത്യത്തിൽ, പക്ഷെ എനിക്കെല്ലാം തരും. പെൻഷൻ കിട്ടിയാൽ കൂടി എൻ്റെ കുഞ്ഞിനൊരു പങ്ക് കൊടുക്കാതെ അവർ 2 പേരും ഒന്നും എടുക്കത്തില്ല. അങ്ങനെയാണ് എപ്പോഴും എല്ലാ വർഷവും. എൻ്റെ കുഞ്ഞ് ജനിച്ച നാൾ തൊട്ടും, ഞാൻ കുഞ്ഞിലേ ജനിച്ച നാൾ തൊട്ട് എനിക്ക് തരാറുണ്ട്. എനിക്കിപ്പോൾ 26 വയസ്സായി. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനിപ്പോൾ 4 വയസ്സായി. അവൻ ജനിച്ച് ഇന്ന് ഈ സമയം വരെ എന്ത് സാധനം എടുത്തോട്ടെ ഒരു പങ്ക് അവനുണ്ടാവും. അവനും എനിക്കും ഒരു പങ്ക് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും 2 പേരും എടുക്കത്തുള്ളൂ. ഇപ്പോഴും അവരതുപോലെ തന്നെ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സങ്കടമായി പോകും. ഞാൻ എൻ്റെ കഥകളൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ കാര്യം പറയാം. പിന്നെ ഞാൻ അടിക്കുന്ന സ്ഥലത്ത് ഒരു കക്കൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കക്കൂസിൻ്റെ നമ്മുടെ തറ കെട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തറ കെട്ടി ക്ലോസറ്റും വെച്ചായിരുന്നു.
പക്ഷേ അത് വർക്ക് കംപ്ലീറ്റ് ആക്കിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടും. അത് കാരണം കക്കൂസ് വേറെ സ്ഥലത്തേക്കാണ് വെച്ചേക്കണം. അവിടെ വെള്ളം കെട്ടുന്ന കാരണം അവിടെ വെക്കാൻ പറ്റിയില്ല. നല്ല രീതിയിൽ വെള്ളം കെട്ടും. ഞാൻ പറഞ്ഞില്ല, അത് ആ കുളമായതുകൊണ്ടാണ്. പിന്നെ വാതിക്കയിൽ ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് മാറി വാതിക്കയിൽ, തോടിൻ്റെ വാതിക്കലാണ് വീട് വെച്ചേക്കുന്നത്. അപ്പം ഇവിടെയാണ് കക്കൂസിൻ്റെ ഒരു സ്ഥാനം കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇവിടെ കെട്ടിയതാണ്, പക്ഷേ നല്ല രീതിയിൽ വെള്ളം കയറുന്ന കാരണം. ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ആൾ വന്നായിരുന്നു, കുഞ്ഞാപ്പി വന്നിട്ട് അമ്മയെ കൊതുക് കുത്തുന്നു, കൊതുകുതിരി കത്തിച്ചതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതാണ് ഇടയ്ക്ക് അങ്ങനെ ഒരു ലാഗ് പോലെ വന്നത്. അപ്പോൾ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ. അവിടെ വലിയൊരു കുളമായിരുന്നു. ഞാനൊന്നും ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് വാങ്ങിയ സ്ഥലമാണെന്നാണ് വല്യമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ തങ്കു എന്നാണ് വിളിക്കുന്നത്. തങ്കമ്മ എന്നാണ് പേര്, തങ്കു എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞിലെ തൊട്ട് അങ്ങനെ വിളിക്കുന്നത്. പിന്നെ വല്യമ്മയെന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ശാന്താമ്മ, രണ്ടാമത്തെ അമ്മയുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ രണ്ടാമത്തെ അനിയത്തിയുടെ മകനുണ്ട്, ഞങ്ങളുടെ കൊച്ചിച്ചനാണ്. അപ്പോൾ അവൻ വിളിക്കുന്ന കേട്ട് വല്യമ്മയെന്ന് ഞങ്ങളും വിളിച്ച് അങ്ങനെ പിന്നെ ശീലമായിപ്പോയി. ഇപ്പോൾ വല്യമ്മയെന്ന് വിളിക്കാറില്ല, ഇപ്പോൾ ഞങ്ങൾ തങ്കു എന്നാണ് വിളിക്കുന്നത്. എൻ്റെ മോൻ വരെ തങ്കു എന്നാണ് വിളിക്കുന്നത്. ശാന്താമ്മ, തങ്കു അങ്ങനെ വിളിക്കുള്ളൂ. അപ്പം ആ മരത്തിൻ്റെ അവിടുത്തെ ഇപ്പുറത്താണ് കേട്ടോ മാവ് നിന്നേച്ചത്. ഇവിടെ വേറൊരു മാവാണ് നിൽക്കുന്നത്, ആ കാണുന്ന അവിടെ. ആ ബാത്റൂം വെച്ചതിൻ്റെ അപ്പുറത്തൊരു മാവ് വേറെ നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നിന്ന മാവ്, വാതിക്കൽ നിന്ന മാവാണ് കുഞ്ഞിലെ തൊട്ടുള്ള മാവ്. ഇത് ഒരിടക്ക് വന്ന മാവാണ്. അപ്പം ആ മാവിൽ നിന്ന് മഴയും കാറ്റിലും പകുതി മുക്കാലും ഭാഗം മരം, കൊമ്പ്, ശിഖരം ഇങ്ങനെ ഒടിഞ്ഞ് വീണപ്പോഴത്തേക്കുമാണ് ഈ മാവിൻ്റെ ഇലയൊക്കെ അവിടെ വീണിങ്ങനെ ഉണങ്ങിക്കിടന്നേച്ചത്. അപ്പം ഞാനിതെന്താണെങ്കിലും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ ഞാൻ അടിച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എന്നാൽ നീ അടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് പിന്നെ അടിക്കാതെ അവിടെ ഇട്ടേച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണേലും അടിക്കുന്നുണ്ട്, അപ്പോൾ വീഡിയോ എടുത്തേക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ എനിക്കിപ്പോൾ ക്ലീനിങ് വീഡിയോ എടുത്താലോ അമ്മ ഇങ്ങനെയൊക്കെ റീച്ച് കയറുന്നത്, അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടമ്മ, എല്ലാവരും ഇത് കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ നീ അതെടുത്തോ, അങ്ങനെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നോട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ ആൾ. ഇവിടെ വന്ന് കസേരയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കുക, ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ അതൊക്കെ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഷവറുണ്ടായിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല, അടിച്ചിട്ട് പെട്ടെന്ന് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്, മൺവട്ടിയൊക്കെ എടുത്ത് കിളക്കും, പുല്ല് പറിക്കും. അതെൻ്റെ വീട്ടിലാണെങ്കിലും വഴിയിലത്തെ പുല്ലാണെങ്കിലും പറമ്പൊക്കെ ക്ലീൻ ചെയ്യണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, എന്നാൽ ഇപ്പോൾ വീഡിയോക്ക് വേണ്ടി കൂടി ചെയ്യുന്നുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. എനിക്കിങ്ങനെ എൻ്റെ വീട്ടിലെ പുല്ലും പറമ്പിലെ പുല്ലും എല്ലാം ഞാൻ പറിക്കും. എന്ന് വെച്ചാൽ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് കുഞ്ഞിലേ തൊട്ടത് ശീലിച്ചത് കൊണ്ട് അത് ഇഷ്ടമാണ്. ഇങ്ങനെ ചവറൊക്കെ വരണ്ടി തീയൊക്കെ കൂട്ടി ഇട്ട് കത്തിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് തീ കത്തിക്കണമെന്നൊക്കെ ഞാൻ ചോദിച്ചു. 2-3 പഴയ സാരിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ മാറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കത്തിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ കത്തുവാന്ന് അറിയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ പതിയെ ഉണങ്ങിയിട്ട് കത്തിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അത് മഞ്ഞ് പെയ്ത് കിടക്കുന്ന സമയമാണ്, പിന്നെ വെയിലെറിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം പിന്നെ ഞാൻ ഓർത്ത് കത്തിച്ചാൽ ചിലപ്പോൾ ശരിയാവത്തില്ല. കാരണം മണ്ണിൻ്റെ അടിയിൽ പൂണ്ട് കിടക്കുന്ന ചവറും അങ്ങനെ ഇതായിട്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. അതുകൊണ്ട് പകുതിക്ക് കത്തിയിട്ട്, ആ ഇലയുള്ളത് കൊണ്ട് കരുകരാന്നിരിക്കുന്ന ഇലയല്ലേ, ഉണങ്ങി കരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഇല മാത്രം കത്തിപ്പോകും. അത് കാരണം അത് കത്തിത്തീർന്നു കഴിഞ്ഞാൽ ബാക്കി അടിയിലത്തെ ആ മണ്ണിൻ്റെ കൂട്ടത്തിൽ അലിഞ്ഞു ചേർന്ന കുറച്ച് വേസ്റ്റ് പോലത്തെ സംഭവങ്ങളുണ്ട്, അതൊക്കെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാകണമെങ്കിൽ നല്ല രീതിയിൽ വെയിൽ കൊണ്ടിട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ അത് പിന്നെ ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അവിടുത്തെ ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് നിന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞ എടി അപ്പുറത്ത് കുറച്ച് ചവറ് കൂടി കിടപ്പുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നോട് അടിക്കാൻ പറഞ്ഞില്ല ആൾ, എന്നോട് അങ്ങനെ ഒന്നും പറയത്തില്ല, അടിക്കാൻ ഇതാണെന്നൊന്നും പറയത്തില്ല ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ഇഷ്ടത്താൽ ചെയ്യണമാണ് കേട്ടോ. അപ്പം അവിടെ കുറച്ച് ചവറ് കിടപ്പുണ്ട് മകനെ, അത് അടിക്കാൻ മേലാത്തതുകൊണ്ടാണൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ, ഞാനത് കേട്ടോണ്ട് നിൽക്കുവാണ്. അപ്പം ഞാൻ തന്നെ ലാസ്റ്റ് അതും കൂടി അടിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ മുറ്റടിക്കുന്ന ചൂലാണ്. അപ്പോൾ ഇത് ശാന്താമ്മയുടെ ചൂലാണ് കേട്ടോ, അപ്പുറത്തെ ചൂല. അപ്പം ഞാൻ ഇവിടെ എടുത്ത് ഇതുകൊണ്ട് അടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇത് നല്ല രീതിക്ക് ഇങ്ങനെ വരണ്ടി എടുക്കാൻ നല്ല രസമാണ്. അപ്പം ഒരുപാട് ഇങ്ങനെ നല്ല രീതിയിൽ വിധാനം പോലെ കിടക്കുന്ന സ്ഥലത്തൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ട് വരണ്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും. അപ്പം ഇതായിട്ട് ഇടയ്ക്കുന്നൊക്കെ ഉടക്കും ഒക്കെ വരുന്ന സ്ഥലത്താണെങ്കിൽ ഭയങ്കര പാടല്ലേ ഇത് വെച്ച് വരണ്ട. അപ്പം ഇങ്ങനെ വിധാനം പോലെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നല്ല രസമാണ് ഇതുകൊണ്ട് വരണ്ടാനായിട്ട്. അപ്പം ഞാൻ അവിടുത്തെ ആ ചവർ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നൈസായിട്ട് വരണ്ടി നൈസായിട്ട് വൃത്തിയാക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്.
അപ്പോൾ രജിമോൾ ഇവിടെയാണ് നിൽക്കുന്നത്. രജിമോൾ ഇവിടെ ഇല്ല, രജിമോൾ പുറത്തേക്ക് അങ്ങ് പോയേക്കുവാണ്. അപ്പം ഇവിടെ പോയതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 3 ദിവസമായിപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്, അത് കാരണം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തോ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ അപ്പാപ്പുള്ള കാര്യങ്ങൾ അപ്പാപ്പ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും, പിന്നെ നമ്മൾ ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്താ ഞാൻ ഇവിടെയൊക്കെ അതൊന്നും കൂടി അടിച്ച് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടു. നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ പാട്ട് ഞാൻ എപ്പോൾ എഡിറ്റ് ചെയ്യാനിരുന്നാലും അപ്പം പാട്ട് വരും, എന്താണെന്നറിയില്ല. എൻ്റെ കറക്റ്റ് എഡിറ്റിങ് സമയത്ത് പാട്ടായിരിക്കും ഇവിടെ. പിന്നെ സന്ധ്യ സമയത്ത് എഡിറ്റ് ചെയ്യണോണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും പാട്ട് ആ ടൈമിന് തന്നെ പാട്ട് എപ്പോഴും വെക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ സമയം ഒന്ന് മാറ്റി പിടിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവിടുത്തെ ചവറിനൊക്കെ ഒന്ന് വരണ്ടി ക്ലിയർ ആക്കിയിട്ടു. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തെങ്ങിൻ്റെ ചോടാണ്, അവിടെ ഇട്ട് തീയിടരുത്, അവിടെ കൂട്ടിയാൽ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടാട്ടെ ഞാൻ അവിടെ കൂട്ടി വെച്ചല്ലത് എൻ്റെ തെറ്റല്ല. അപ്പം അവിടെ കൂട്ടിയിട്ടാൽ മതി, ഞാനങ്ങ് മാറ്റിയിട്ട് തീ കത്തിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞു, ഇവിടെ തന്നെ കൂട്ടിയേക്കാന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ കൂട്ടി വെച്ചിട്ട് പോകും. അപ്പം ഇത് ഇപ്പം തന്നെ കത്തിക്കാനുള്ള പ്ലാൻ എനിക്കുണ്ടായിരുന്നു, പക്ഷേ അമ്മ സമ്മതിച്ചില്ല, കത്തിക്കേണ്ടെന്ന് പറഞ്ഞു, കാരണം കത്തിച്ചില്ല. പിന്നെ എന്താ പറയണ്ട, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. പിന്നെ അവിടെ കുറേ ചവറുണ്ടായിരുന്നു ആ സൈഡ് മുഴുവനും. കാരണം ഈ മരങ്ങളൊക്കെ ഇപ്പോൾ കിളിർത്തു വന്ന മരങ്ങൾ, എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഈ തെങ്ങെന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ലേതായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഇവിടെ ഫുള്ളും ഇങ്ങനെ ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു, വെള്ളം വന്ന് കെട്ടിക്കഴിഞ്ഞാൽ. അല്ലാതെ അവിടെ ഒരു സാധനം പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട്, എൻ്റെ മോൻ ജനിച്ച ഒരു 4.5 വർഷം കൊണ്ടാണ് ആ മരങ്ങളൊക്കെ അവിടെ കിളിർത്ത് വലുതായി നിൽക്കുന്നത്. അതിന് മുമ്പൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ അതെ ഈ സൈഡാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കുറച്ച് ചവറ് ആ മാവിൻ്റെ തന്നെ, ഇപ്പുറത്തെ മാവ് നിൽപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ആ മാവിൻ്റെ ചവറ് മുഴുവനും ഇവിടെ കൊഴിഞ്ഞു വീണ് അങ്ങനെ കിടക്കുവാണ്. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് ആ തോട്ടി ആ സൈഡിലേക്ക് ഇട്ടത്, ആ തോട്ടി എനിക്കൊരു പാരയായിട്ട് അവിടെ തന്നെ കിടക്കുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലായി കിടക്കുക. അപ്പോൾ അവിടുത്തെ ചവറും കൂടി അങ്ങ് അടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 കുപ്പിച്ചില്ലുണ്ടായിരുന്നു കേട്ടോ, അതെൻ്റെ കാലിൽ കയറിയതിന്. വലിയ കുപ്പിയായിരുന്നു, കുപ്പി പൊട്ടിയത് അവിടെ ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് അപ്പോൾ ഞാൻ അമ്മ കുപ്പി കയറിയപ്പോൾ ഞാൻ ചവിട്ടിയിരുന്നു. പിന്നെ നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ ഇവിടെ കുപ്പി ഉണ്ടെന്ന്, പിന്നെ നീ എന്താ ശ്രദ്ധിക്കാതിരുന്നത് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പിന്നെ അത് മാത്രമല്ല, ഞാനത് ചവറ് വാരി ഇടുമ്പോഴത്തേക്കും എൻ്റെ കയ്യിലേക്കും കുപ്പി കൊണ്ടായിരുന്നു. വലിയ 2 കുപ്പി കഷ്ണം ഉണ്ടായിരുന്നു, ഭാഗ്യം കാലിലൊന്നും കൊള്ളാഞ്ഞത്. എന്നിട്ട് ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി കൂട്ടിയിട്ട് പിന്നെ പോയി ഒരു ചാക്ക് എടുക്കും കേട്ടോ. ചാക്ക് എടുത്തിട്ട് അതിലേക്ക് വാരിയിട്ട് അതും കൂടി മറ്റേ കൂന കൂട്ട് വെച്ചേക്കുന്ന അതിൻ്റെ പുറത്തേക്ക് ഇടും കേട്ടോ. അതേ ചാക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി ചവറൊക്കെ അതിലേക്ക് എടുത്ത് അടിച്ച് വാരി ഇടണം. അത് നല്ല ചവറാണ് കേട്ടോ. നല്ല ചവറെന്ന് പറഞ്ഞാൽ മീൻസ് നല്ല കരികില പോലെ ഉണങ്ങി നല്ല നമ്മൾ കൈക്കിനെ പൊട്ടിച്ചെടുക്കാൻ പറ്റിയ പരുവത്തിനിരിക്കുന്ന ഒരിലയായിട്ട് മാറിയേക്കുവാണ് മാവിൻ്റെ ഇല, അത്രയ്ക്ക് കരിഞ്ഞിരിക്കുക. പിന്നെ ഇവിടുത്തെ ചവറെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഷെഡാണ് കേട്ടോ പുറകെ കിട്ടിയേക്കുന്നത്. ഇവിടെ വല്യമ്മ പിന്നെ തീ കത്തിക്കാനും വിറകൊക്കെ വെക്കാൻ വേണ്ടി കെട്ടിയേക്കുന്ന ഒരു ഷെഡാണ്. അപ്പം അതിൻ്റെ പുറത്ത് ഒരു മറ്റേ ഷീറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മറ്റേ ഷീറ്റാണ് പെരയുടെ മുകളിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ചവറ് കൂടി അങ്ങോട്ട് വന്നിട്ട്, പിന്നെ ഇവിടെ മെയിനായിട്ട് ചവറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മറ്റേ ചെമ്മീപ്പുളിയുടെ മരമാണ് ആ നിൽക്കുന്നത് നേരെ കാണുന്നത്. അതിൻ്റെ ചവറ് പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഉണങ്ങിയല്ല ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ചവറും കൂടി അതിൻ്റെ കൂടെ മിക്സായിട്ട് കിടക്കുന്ന കാരണം പിന്നെ കാട് പിടിച്ചങ്ങനെ കിടക്കുക. പിന്നെ ഇവിടെ ഡെയിലി ഇപ്പുറത്തേക്കൊന്നും അടിക്കാനും പറ്റത്തില്ല. ഇവിടെ എവിടെയൊക്കെ ഇട്ട് ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂന കൂട്ടി ഇങ്ങനെ വെച്ചേക്കുന്ന കാരണം ഡെയിലി നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. പിന്നെ കൊലഞ്ഞിലെങ്ങാണ്ട് അപ്പുറത്ത് നിന്നെങ്ങാണ്ട് കൊണ്ടുവന്നാന്ന് തോന്നുന്നത്, പച്ചക്കൊലഞ്ഞിൽ, അതാണ് ഞാൻ ആദ്യമേ പെറുക്കി അങ്ങോട്ട് മാറ്റിയിട്ടത്. അത് കഴിഞ്ഞ് അടിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേ കുഞ്ഞാപ്പി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ എൻ്റെ പുറകെ നൈസായിട്ട് വന്നു. പിന്നെ ഞാൻ അടിച്ച ആ ചവറ് വരേണ്ട ചാക്കും ആ മുറ്റമടിക്കുന്ന ചൂലും ഒക്കെ കൊണ്ടുപോയി ഞാൻ അപ്പുറത്ത് വെച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ.